വിശുദ്ധ കുർബാന നമ്മുടെ ജീവിതത്തിൻ്റെ ശക്തികേന്ദ്രമാണ്. ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സ്രോതസ്സും വിശുദ്ധ കുർബാനയാണ്. ഈ വിശുദ്ധ കുർബാനയിലുള്ള ബോധ്യം വളർത്തുക, ആഴത്തിൽ വിശുദ്ധ കുർബാനയിൽ വിശ്വാസം വളർത്തുക, ഈ ലക്ഷ്യമാണ് ദിവ്യകാരുണ്യ കോൺഗ്രസിൻ്റെ ലക്ഷ്യം. അങ്ങനെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദുവായ വിശുദ്ധ കുർബാനയിൽ അധിഷ്ഠിതമായ ഒരു ആത്മീയത വളർത്തുവാൻ രൂപതയിലെ വൈദികരെയും സമർപ്പിതരെയും ആത്മായ സഹോദരങ്ങളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ദിവ്യകാരുണ്യ കോൺഗ്രസിന് ആഴമേറിയ ഈ ബോധ്യം വളർത്തുക എന്നതോടൊപ്പം തന്നെ മറ്റു രണ്ട് ലക്ഷ്യങ്ങളും കൂടിയുണ്ട്. നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ശിരസ് എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. അതിനോട് ചേർന്ന് നിൽക്കുന്ന അവയവങ്ങളാണ് നാം എല്ലാവരും. അപ്പോൾ ഈ ശിരസിനോട് ചേർന്ന് നിന്ന് അവയവങ്ങൾ തങ്ങളുടേതായിട്ടുള്ള ദൗത്യങ്ങൾ നിർവഹിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ കൂട്ടായ്മ ഉണ്ടാകുക. അപ്പോൾ അപ്രകാരം ക്രിസ്തുവാകുന്ന ശിരസിനോട് ചേർന്ന് നിന്ന് അവയവങ്ങൾ തങ്ങളുടെ ദൗത്യങ്ങൾ പൂർത്തീകരിച്ച് ഈ കൂട്ടായ്മ ശക്തിപ്പെടുത്തുവാൻ വേണ്ടതായിട്ടുള്ള പ്രോത്സാഹനം നൽകുകയാണ് ദിവ്യകാരുണ്യ കോൺഗ്രസിൻ്റെ രണ്ടാമത്തെ ലക്ഷ്യം. കൂടാതെ മൂന്നാമതൊരു ലക്ഷ്യം കൂടെയുണ്ട്. ദിവ്യകാരുണ്യം, അൾത്താരയിൽ മുറിക്കപ്പെടുന്ന അപ്പം, ചിന്തപ്പെടുന്ന തിരുരക്തം, അത് ജീവകാരുണ്യത്തിലേക്ക് എത്തി നിൽക്കുന്ന. അപ്പോൾ ഈ ദിവ്യകാരുണ്യ കോൺഗ്രസ് ലക്ഷ്യം വയ്ക്കുന്നത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ശക്തി പകരണം. പാവപ്പെട്ടവരിലേക്ക്, പാർശ്വവൽക്കരിക്കപ്പെട്ടവരിലേക്ക്, രോഗികളിലേക്ക്, അവരിലേക്ക് എത്തി നിൽക്കുന്നതാകണം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന ഏതൊരു വ്യക്തിയുടെയും ജീവിതം. ആയിരത്തി 1881 പാരീസിൽ ലില്ലി എന്ന് പറയുന്ന സ്ഥലത്ത് മരിയ മർത്തെ ബത്തിസ്തീനി എന്ന് പറയുന്ന അൽമായ സ്ത്രീയാണ് ആദ്യമായിട്ട് ദിവ്യകാരുണ്യ കോൺഗ്രസ്സിന് തുടക്കം കുറിച്ചത്. പിന്നീട് സന്യാസ വൈദികർ അത് ഏറ്റെടുക്കുകയും സഭാതലത്തിൽ ദിവ്യകാരുണ്യ കോൺഗ്രസ്സുകൾ വ്യത്യസ്ത സ്ഥലങ്ങളിൽ, രാജ്യങ്ങളിൽ സംഘടിപ്പിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾക്കിത് അഭിമാനത്തിൻ്റെ, വലിയ സന്തോഷത്തിൻ്റെ ദിവസമാണ്. ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ആത്മീയമായിട്ടുള്ള ഒരു വളർച്ച ഞങ്ങളുടെ ഇടയിൽ സംഭവിക്കണം. വിശുദ്ധ കുർബാനയാണല്ലോ ക്രൈസ്തവ ജീവിതത്തിൻ്റെ വേര് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും വിശുദ്ധ കുർബാനയെ അറിയാനും ആ വിശ്വാസത്തിൽ ആഴപ്പെടാനും അത് പ്രഘോഷിക്കാനും നമുക്ക് സാധിക്കണം. ഈ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് ഞങ്ങൾ ഒരുക്കുന്ന വളരെ ശ്രേഷ്ഠമായ ഒന്നാണ് കാർലോ യൂക്കറിസ്റ്റിക് എക്സിബിഷൻ. വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള പഠനങ്ങളും വിശുദ്ധ കുർബാനയെക്കുറിച്ച്, വിശുദ്ധ കുർബാനയുടെ അത്ഭുതങ്ങളും വിശുദ്ധ കുർബാന മാത്രം ഭക്ഷിച്ച വിശുദ്ധരും ഞങ്ങളുടെ മുമ്പിൽ ഈ ഒരു എക്സിബിഷനിലൂടെ പരിചയപ്പെടാനായിട്ട് ഇടവരികയാണ്. ദിവ്യകാരുണ്യ കോൺഗ്രസിനോടനുബന്ധിച്ച് അഭിമന്യ പിതാവ് ഒരു എക്സിബിഷൻ സംഘടിപ്പിക്കാൻ വേണ്ടി, വിശുദ്ധ കുർബാനയുമായി അനുബന്ധിച്ചുള്ള ഒരു എക്സിബിഷൻ സംഘടിപ്പിക്കാൻ വേണ്ടി ഞങ്ങളെ ഏൽപ്പിക്കുകയായിരുന്നു. ലഹ്മ എന്ന് പറഞ്ഞ് ഞങ്ങൾ ടീം ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. ലഹ്മ എന്ന വാക്കിന്റെ അർത്ഥം ദ ബ്രെഡ് എന്നാണ്. വിശുദ്ധ കുർബാനയെ അനുഭവിക്കാനും അത് മറ്റുള്ളവർക്ക് പകരാനും വേണ്ടി മനസ്സുള്ളവരുടെ ഒരു കൂട്ടായ്മ, അതാണ് ലഹ്മ എന്നുള്ളത്. ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ അരിക്കാട്ടച്ചനാണ് ഈ ഗ്രൂപ്പിന്റെ സ്പിരിച്വൽ ആനിമേറ്റർ. റെനീർ കാരാത്രയച്ചനാണ് അതിന്റെ ലീഡർ. അതിന്റെ പ്രോഗ്രാം കോർഡിനേറ്റർ ആയിട്ടുള്ളത് ശ്രീ ബിനോയ് പർപ്പുക്കരയാണ്. പിന്നെ അങ്ങനെ മനസ്സുള്ള കുറച്ചു പേരുടെ ഒരു കൂട്ടായ്മയാണ്. ഇടവകയിലെ വാർഷിക ധ്യാനങ്ങൾക്ക് സഹായിക്കുക, വിശുദ്ധ കുർബാനയെക്കുറിച്ച് പഠിക്കാനും പഠിപ്പിക്കാനുമുള്ള വേദികൾ ഒരുക്കുക, കുർബാന കേന്ദ്രീകൃതമായ ധ്യാനങ്ങൾ നടത്തുക, അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ, അതുപോലെ തന്നെ ഇടവകയിൽ വിശുദ്ധ കുർബാന കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സെമിനാറുകൾ, കാറ്റഗിസം കുട്ടികൾക്കും യുവജനക്കും വേണ്ടിയൊക്കെ ക്രമീകരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ പ്രാർത്ഥനയധിഷ്ഠിതമായി, വിശുദ്ധ കുർബാനയധിഷ്ഠിതമായി ഈ ടീം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു എക്സിബിഷൻ ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. 26-ാം തീയതി വരെ എക്സിബിഷൻ ഇവിടെ ഉണ്ടാകും. വിശുദ്ധ കുർബാനയെക്കുറിച്ച് കൂടുതൽ മനോഹരമായി മനസ്സിലാക്കാൻ സഹായിക്കുന്ന വിധത്തിലാണ് അത് ക്രമീകരിച്ചിരിക്കുക. ഒരു പ്രദർശനശാലയല്ല, മറുവശത്ത് അത് കണ്ട് പഠിച്ച് മുന്നോട്ട് പോകാൻ ഒരു തീർത്ഥാടന വേദിയായാണ് അതിനെ ഒരുക്കിയിരിക്കുന്നത്.
പ്രധാനമായും ഈ ലഹ്മ ടീമിന്റെ സ്വർഗീയ മധ്യസ്ഥരായിട്ടുള്ള പാദ്രെ പിയോ, വാഴ്ത്തപ്പെട്ട കാർലോ അക്വിറ്റിസ് എന്നിവരുടെ കുറിച്ചുള്ള കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നു. പിന്നെ വിശുദ്ധ കുർബാനയിലെ നടന്നിരിക്കുന്ന ലോകത്ത് തിരുസഭ ശാസ്ത്രീയമായി നിരീക്ഷിച്ചതിന് ശേഷം അതിന് വിശദീകരണം നൽകാൻ കഴിയാത്ത വിധം തെളിയിക്കപ്പെട്ട ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ ചിലത് ചിത്രീകരിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ വിശുദ്ധ കുർബാന മാത്രം ജീവിച്ച് വർഷങ്ങളോളം ഭക്ഷിച്ച് ജീവിച്ച വിശുദ്ധരുണ്ട്. അവരുടെ ജീവചരിത്രങ്ങൾ ലഘുവായി അവതരിപ്പിച്ചിരിക്കുന്നു. പിന്നെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ചിന്തകളെ കുറിച്ച്, അടിസ്ഥാനപരമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങളെ കുറിച്ചൊക്കെ പിന്നീട് സൂചിപ്പിച്ചിരിക്കുകയാണ്. കുർബാനയുടെ ഭാഗങ്ങൾ, കുർബാനയിലെ പ്രതീകങ്ങൾ, കുർബാനയിൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾ, വസ്ത്രങ്ങൾ, അതിന്റെ അർത്ഥങ്ങൾ, അങ്ങനെ വിശുദ്ധ കുർബാന കുറച്ചും കൂടിയും ബോധ്യത്തോടെ ആഴത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് പങ്കെടുക്കാൻ, അർപ്പിക്കാൻ സഹായിക്കുന്ന രീതിയിലാണ് ഈ എക്സിബിഷൻ ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത്. എല്ലാവരും തന്നെ ഈ എക്സിബിഷൻ ഒന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നു. എക്സിബിഷൻ വന്ന് കണ്ട് മനസ്സിലാക്കി പഠിച്ച് കുർബാനയ്ക്ക് വേണ്ടി ഒരുങ്ങി ഇനിയുള്ള ബലിയർപ്പണങ്ങൾ കുറച്ചും കൂടി ആത്മാർത്ഥതയോടെ, ബോധ്യത്തോടെ ആകാൻ എല്ലാവരും പരിശ്രമിക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. ഭൗതികതയുടെ അതിപ്രസരമുള്ള ഈ കാലഘട്ടത്തിൽ ആത്മീയനായിട്ടുള്ള ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം ഈ മെയ് മാസം 19-ാം തീയതി പെന്തക്കോസ്ത തിരുനാൾ ദിനത്തിൽ ഇരിഞ്ഞാലക്കുട രൂപതയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ദിവ്യകാരുണ്യ കോൺഗ്രസ് സൃഷ്ടാവായ ദൈവത്തെ, രക്ഷകനും കർത്താവുമായ ഈശോ മിശിഹായെ ദിവ്യകാരുണ്യത്തിൽ പരിശുദ്ധ കുർബാനയിൽ ദർശിക്കുവാനും അനുഭവിക്കുവാനും കിട്ടുന്ന അതിസാധാരണമായിട്ടുള്ളൊരു സന്ദർഭമായി, അവസരമായിട്ട് ഞാനിതിനെ കാണുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു സംഭവം വിശുദ്ധ കുർബാനയിൽ സൃഷ്ടാവായിട്ടുള്ള ദൈവം വസിക്കുന്നു, സത്യമായും പൂർണ്ണമായും വസിക്കുന്നുവെന്നുള്ള ആ വലിയ വെളിപാട്, ദൈവരഹസ്യം ഉറക്കി ഉദ്ഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ജനതകൾ മുഴുവനും തന്നെ ഒരുമിച്ച് ചേരുന്നത്. കാർലോ എക്സിബിഷൻ വളരെ മനോഹരമായിരിക്കുന്നു. പ്രത്യേകിച്ച് ദിവ്യകാരുണ്യ ഭക്തി വളർത്തുന്നതിന് ഇത് തീർച്ചയായിട്ടും സഹായിക്കും. സൺഡേ കാരിസം കുട്ടികൾ, അതുപോലെ സ്കൂളിൽ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും, കോളേജ് വിദ്യാർത്ഥികളും എല്ലാവരും ഇത് കാണണം തീർച്ചയായിട്ടും. ഞങ്ങൾ ഭയങ്കര തിരക്ക് പിടിച്ച് പോവായിരുന്നു. പെട്ടെന്ന് കയറി കണ്ടുപോകാന്നുള്ളൊരു മൈൻഡിലാണ് കയറിയത്. കയറിയപ്പോൾ തന്നെ ദിവ്യകാരുണ്യത്തിന് വേണ്ടി ജീവിച്ച കുറെ വിശുദ്ധന്മാരെ കുറിച്ചും വാഴ്ത്തപ്പെട്ട കാർലോ അക്വിറ്റിസിനെ കുറിച്ചും അതുപോലെ തന്നെ അതിനുവേണ്ടി സ്പെസിഫിക് ആയിട്ട് ജീവിതം മാറ്റിവെച്ച കുറെ പുണ്യാത്മാക്കളെ കുറിച്ചും ഉള്ള കാര്യങ്ങൾ അതിൽ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. ഞങ്ങളെല്ലാം വായിച്ചു. ഓൾമോസ്റ്റ് എല്ലാത്തിലേക്കും ഞങ്ങളുടെ കണ്ണെത്തി. എല്ലാം വായിച്ച് ഞങ്ങൾ വിട്ടു. കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് അറിയാനെല്ലാം സാധിച്ചു. പല ധ്യാനങ്ങൾക്കും ഇങ്ങനെ ക്ലാസ്സുകളിലൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ അച്ഛന്മാർ പറയുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് അതിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മൾ ഭയങ്കര സിമ്പിളായിട്ട് കാണുന്ന എല്ലാ കാര്യങ്ങളുടെയും വളരെ വ്യക്തമായ അർത്ഥതലങ്ങളെല്ലാം അതിൽ കാര്യമായിട്ട് പറയുന്നുണ്ട്. നല്ലൊരു എക്സിബിഷനാണ്. നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇതുവരെ വന്നതിൽ വെച്ച് എനിക്ക് കുറച്ചും കൂടി നമുക്ക് ടച്ചിങ് ആയിട്ട് തോന്നുന്ന ഒരു എക്സിബിഷനാണ്. എല്ലാവർക്കും നമസ്കാരം. ദിവ്യകാരുണ്യ കോൺഗ്രസിന്റെ ഭാഗമായി ഞങ്ങളെല്ലാവരും ഈ എക്സിബിഷൻ കാണുകയും ഇതിലൂടെ പുതിയ അറിവുകൾ വിശുദ്ധന്മാരെ പറ്റി അറിയാനും അവരുടെ ജീവിതശൈലികളും അവര് ഈശോയോടുള്ള എങ്ങനെയാണ് അവർ ഈശോയുമായി സംസാരിച്ചതും അവരുടെ പ്രാർത്ഥനകളൊക്കെ മനസ്സിലാക്കാനും സാധിച്ചു. എല്ലാവരും വന്ന് കാണുക. യുവജനങ്ങളെ പ്രത്യേകമായി ക്ഷണിക്കുന്നു. ഞങ്ങൾ സെന്റ് തോമസ് കത്തീഡ്രൽ KCIM അംഗങ്ങളാണ്. ഞങ്ങൾ ഇന്ന് ഈ എക്സിബിഷൻ കണ്ടതോടെ ഞങ്ങൾക്ക് ദിവ്യകാരുണ്യത്തെ കുറിച്ച് കുറച്ച് അറിവ് കുറച്ചും കൂടെ ഇൻക്രീസ് ചെയ്തു. പിന്നെ ഇതിലുള്ള അനുഭവങ്ങൾ മനസ്സിലായി. എല്ലാരും വന്ന് കാണാന്ന് വെച്ചാല് പല വിശുദ്ധന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോ അവരുടെ അനുഭവങ്ങൾ, അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു, അങ്ങനത്തെ കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ചുള്ള കൂടുതൽ അറിവുകളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. വിശുദ്ധ കുർബാനയെ പറ്റി അറിയാനും വിശുദ്ധ കുർബാനയെ കൂടുതൽ സ്നേഹിക്കുവാനുമായി ഇങ്ങനെയൊരു പ്രദർശനം നടത്തിയത് ഏറ്റവും അനുഗ്രഹപ്രദമായി ഞാൻ കാണുകയാണ്. ഇതിൽ നാം കാണുകയുണ്ടായി കുറേയധികം വിശുദ്ധ കുർബാന മാത്രം സ്വീകരിച്ച് ജീവിച്ച വിശുദ്ധരാണ്.
അവരെ പോലെ കൂടുതൽ വിശുദ്ധ കുർബാനയെ സ്നേഹിക്കുവാനും ആഴത്തിൽ ദിവ്യകാരുണ്യത്തെ സ്നേഹിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്.